കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുന്നതിന് മുൻപ് യു.ഡി.എഫ് സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള കലഹങ്ങൾ പരസ്യമാകുന്നു. കുട്ടനാട് നിയമസഭാ മണ്ഡലം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒരു ഹോട്ടൽ വ്യവസായിക്ക് വിറ്റുവെന്ന ഗുരുതരമായ ആരോപണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് അനിൽ ബോസ് രംഗത്തെത്തിയതോടെ കുട്ടനാട്ടിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമായിരിക്കുകയാണ്. യു.ഡി.എഫിന്റെ ഉരുക്ക് കോട്ടകളിൽ ഒന്നായിരുന്ന കുട്ടനാട്ടിൽ മുന്നണി മര്യാദകൾ ലംഘിക്കപ്പെട്ടുവെന്നും സീറ്റുകൾ പണം വാങ്ങി കച്ചവടം ചെയ്യുന്നുവെന്നുമാണ് അനിൽ ബോസിന്റെ പ്രധാന പരാതി. കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും കോൺഗ്രസ് നേരിട്ട് ഏറ്റെടുക്കണമെന്ന ആവശ്യവുമാണ് അനിൽ ബോസ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. മണ്ഡലത്തിൽ കോൺഗ്രസിന് വ്യക്തമായ വേരോട്ടം ഉണ്ടായിട്ടും ഘടകകക്ഷികൾ സീറ്റ് നൽകി കോൺഗ്രസ് പ്രവർത്തകരെ അവഗണിക്കുകയാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അനിൽ ബോസിന്റെ പ്രസംഗത്തിലെ പ്രധാന ഭാഗങ്ങൾ എന്നത് കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കണം. കുട്ടനാട്ടിൽ ഞാൻ മത്സരിച്ചാൽ എന്താണ് കുഴപ്പം? 40 വർഷമായി ഈ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് ഞാൻ. കുട്ടനാട് സീറ്റ് ജോസഫ് വിഭാഗത്തിന്റെ കുത്തകയൊന്നുമല്ല. കുട്ടനാടിന്റെ രാഷ്ട്രീയ ചരിത്രം കേരള കോൺഗ്രസിന് അറിയില്ല. പേയ്മെന്റ് സീറ്റിൽ വരുന്നവർ കുട്ടനാട്ടിൽ ജയിക്കില്ല. ഇവിടെ ഒരാൾ സ്വയം പ്രഖ്യാപിത യു.ഡി.എഫ് സ്ഥാനാർത്ഥിയാവുന്നു. ഇത് അംഗീകരിക്കാനാവില്ല. തന്റെ പരാതി കോൺഗ്രസിനെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് അയച്ചതായും അർഹമായ പരിഗണന ലഭിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ റെജി ചെറിയാനാണ് ഈ വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു. 1 വർഷം മുമ്പ് NCP നിന്നുമാണ് റെജി ചെറിയാൻ ജോസഫ് വിഭാഗത്തിലേക്ക് എത്തിയത്. ആരോപണങ്ങൾ ഇങ്ങനെയാണ്. NCP വിട്ട് ജോസഫ് ഗ്രൂപ്പിൽ എത്തിയത് തന്നെ കുട്ടനാട് സീറ്റ് ഉറപ്പിച്ച ശേഷമാണെന്ന സൂചനകൾ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. ഇതിനായി കോടികൾ കൈമാറിയെന്നാണ് രാഷ്ട്രീയ അണിയറയിലെ സംസാരം. റെജി ചെറിയാൻ ഒരു ഹോട്ടൽ വ്യവസായി ആണെന്നും അദ്ദേഹത്തിന് രാഷ്ട്രീയ പാരമ്പര്യം കുറവാണെന്നുമാണ് അനിൽ ബോസ് ഉന്നയിക്കുന്ന പേയ്മെന്റ് സീറ്റ് ആരോപണത്തിന് ബലം നൽകുന്നത്. മുന്നണി ചർച്ചകൾ പൂർത്തിയാക്കുന്നതിന് മുൻപേ റെജി ചെറിയാൻ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്തത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചിട്ടുമുണ്ട്. ഇത് മുന്നണി മര്യാദയുടെ ലംഘനമാണെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു. അനിൽ ബോസിനെ ചൊടിപ്പിച്ച മറ്റൊരു ഘടകം കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫിന്റെ ഇടപെടലാണ്. മാസങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിൽ എത്തിയ മോൻസ് ജോസഫ് റെജി ചെറിയാൻ കുട്ടനാട്ടിൽ മത്സരിക്കുമെന്ന് പരോക്ഷമായി പ്രഖ്യാപിച്ചിരുന്നു. ഒരു ചാനൽ റിപ്പോർട്ടറെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ച് ഉത്തരം പറയുന്ന രീതിയിൽ നടത്തിയ ഈ പ്രഖ്യാപനം ആസൂത്രിതമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ ഇത്തരം ഒരു ഏകപക്ഷീയമായ പ്രഖ്യാപനം നടത്തിയത് യു.ഡി.എഫ് സംവിധാനത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നാണ് അനിൽ ബോസിന്റെ പക്ഷം. നിലവിലുള്ള ധാരണ പ്രകാരം കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനുള്ളതാണ്. എന്നാൽ മണ്ഡലത്തിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ടെന്നും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ മാത്രമേ കുട്ടനാട് തിരിച്ചുപിടിക്കാനാകൂ എന്നും കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്നു. ഈ മാസം 15-ന് കോൺഗ്രസ് നേതൃത്വം ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ചകൾ നിശ്ചയിച്ചിട്ടുമുണ്ട്. ഈ ചർച്ചയിൽ കുട്ടനാട് സീറ്റ് തിരിച്ചുപിടിക്കുമെന്ന ആവശ്യം ഉന്നയിക്കാൻ KPCCക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ട്. എന്നാൽ ഒരു സീറ്റും വിട്ടു നൽകില്ലെന്ന ഉറച്ച നിലപാടിലാണ് ജോസഫ് ഗ്രൂപ്പ്. കുട്ടനാട് മണ്ഡലം കാലങ്ങളായി കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ മത്സരിക്കുന്ന സീറ്റാണ്. തോമസ് ചാണ്ടി ദീർഘകാലം പ്രതിനിധീകരിച്ച ഈ മണ്ഡലത്തിൽ യു.ഡി.എഫിന് വിജയിക്കാൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥി ആവശ്യമാണ്. അനിൽ ബോസിനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ മാറ്റി നിർത്തി പുതുതായി പാർട്ടിയിൽ വന്ന വ്യവസായിക്ക് സീറ്റ് നൽകുന്നത് പാർട്ടിക്കുള്ളിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കും. ഇത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. തിരഞ്ഞെടുപ്പിന് മുൻപേ സീറ്റ് വിറ്റു എന്ന ആരോപണം ഉയരുന്നത് യു.ഡി.എഫിന്റെ പ്രതിച്ഛായയെ സാരമായി ബാധിക്കും. ഇടത് മുന്നണിയും BJPയും ഈ വിഷയം പ്രചാരണ ആയുധമാക്കാൻ സാധ്യതയുണ്ട്. പണം വാങ്ങിയാണ് സീറ്റ് വിഭജനം നടത്തുന്നത് എന്ന പ്രതീതി ഉണ്ടായാൽ അത് നിഷ്പക്ഷ വോട്ടർമാരെ മുന്നണിയിൽ നിന്നും അകറ്റാൻ കാരണമാകും. കുട്ടനാട് സീറ്റിനെ ചൊല്ലി അനിൽ ബോസ് ഉയർത്തിയ കലാപം യു.ഡി.എഫ് നേതൃത്വത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 15-ാം തീയതി നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഈ വിഷയത്തിൽ ഒരു ധാരണയിൽ എത്തിയില്ലെങ്കിൽ കുട്ടനാട്ടിൽ യു.ഡി.എഫ് വലിയൊരു ആഭ്യന്തര യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ജോസഫ് വിഭാഗം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ അതോ കോൺഗ്രസ് സീറ്റ് പിടിച്ചെടുക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.